ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. അതിൽ യൂണിറ്റ് 3ൽ ഗ്ലിംസസ് ഓഫ് നേച്ചറിലെ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്നുള്ള ഈ ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ മുകളിലുള്ളത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നോക്കാം എന്താണെന്നുള്ളത്. Everyone is talented and has something to contribute to the society. Man is always in the company of animals, birds, insects, and often shares his thought, concerns, doubts, and frustrations with them. Let us read and enjoy a short story by വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ അറിയുന്ന ആളല്ലേ, നമ്മളെ ബേപ്പൂരിലെ സുൽത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ. ആ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിരിക്കുന്നതാണ് ഈ ഭാഗം. ഓക്കെ, എന്താണ് എല്ലാവർക്കും എന്താണ് ഇവിടെ പറഞ്ഞത്? എവ്രി വൺ ഈസ് ടാലൻറ്റഡ്, എല്ലാവരും എന്താ ടാലൻറ്റഡ് ആണ് അല്ലേ. അതെന്താണ്? ഹാസ് സംതിങ് കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി, എന്താ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് ടാലൻറ്റഡ് ആണ് എല്ലാവരും. മാൻ ഈസ് ഓൾവേസ് ഇൻ ദ കമ്പനി ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട് ആൻഡ് ഓഫൺ ഷെയർസ് ഹിസ് തോട്ട്സ് അല്ലേ. എന്താണ് അവർ മനുഷ്യന്മാരാണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ബേർഡ്സ്, ഇൻസെക്ട്സ് അവരൊക്കെ എന്താണ് ഷെയർ ചെയ്യും അവരുടെ തോട്ടുകളൊക്കെ അല്ലേ. കൺസേൺസ്, തോട്ട്സ്, കൺസേൺസ്, ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻ ഇതെല്ലാം ഷെയർ ചെയ്യുന്നു അല്ലേ, വിത്തം അവരായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അല്ലേ. ലെറ്റ് us റീഡ് ആൻഡ് എൻജോയ് എ ഷോർട്ട് സ്റ്റോറി ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. എന്താണ്, നമുക്ക് ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ഓക്കെ, എന്താണ് റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്, എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ് റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികൾ അല്ലേ, ശരിയായ അവകാശികൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. When I became the owner of a tiny little piece of this wide earth, I felt very happy. എന്താണ്? When I became the owner of a tiny little piece of this wide earth. എന്താണ് ഈ എർത്ത്, ഭൂമിയിലെ ഈ അറിയാലോ വൈക്കം മുഹമ്മദ് ബഷീർ നല്ല ഒരു എന്താണ് ഒരു കൊമേഡിയൻ രീതിയിലാണ് എന്താണ് അവരുടെ എഴുതിയിരിക്കുക അല്ലേ. അതായത് കൊമേഡി എന്നുള്ള എന്താണ് അയാളുടെ നാട്ടുഭാഷയിലായിട്ടുള്ളതും ചിരിപ്പിക്കുന്ന ഒരു ഇതൊക്കെ ആയിട്ടാണ് അവർ എഴുതിയിരിക്കുക അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എർത്തിൻ്റെ ഈ എർത്തിൻ്റെ ഒരു ചെറിയൊരു ലിറ്റിൽ പീസിൻ്റെ ഓണറായിരിക്കുമ്പോൾ, ഞാൻ അതിൻ്റെ ഓണറായിരിക്കുമ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി, എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇറ്റ് വാസ് എ 2 acre പ്ലോട്ട് വിത്ത് എ കോക്കനട്ട് പാംസ് ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വേർ വി കുഡ് ലിവ്. എന്താണ് ഇവിടെ 2 acre പ്ലോട്ടിലാണ് എന്താണ് അവിടെ കോക്കനട്ട് ഉണ്ട് അല്ലേ, കോക്കനട്ട് പാംസ് ഉണ്ട് അല്ലേ, തെങ്ങുകളും ഒക്കെ ഉള്ള ഒരു 2 acre പ്ലോട്ടിലാണ്. പിന്നെ അതുപോലെ ഒരു ചെറിയ വീടും അതിലുണ്ട് അല്ലേ, തെങ്ങുകളും പിന്നെ ഒരു ചെറിയ കുഞ്ഞു വീടുമാണ് അവർ താമസിക്കുന്നത്, അവർക്ക് അതിൽ താമസിക്കുന്നത്. Those were the days when the price of coconut was going up. ആ ടൈമിൽ എന്താണ് ഈ കോക്കനട്ടിൻ്റെ വില അല്ലേ, തേങ്ങേൻ്റെ വില എന്താണ് കൂടുതൽ ഉയരുകയാണ് അല്ലേ, തേങ്ങേൻ്റെ വില ഇങ്ങനെ കൂടാൻ തുടങ്ങി അല്ലേ, ആ ടൈമാണത്. ആൻഡ് ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് ആൻഡ് ദ തോട്ട് ഓഫ് ദ പാംസ് ലേഡൻ വിത്ത് കോക്കനട്ട്സ്. ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്, ഞാൻ ഭയങ്കര സ്പിരിറ്റിലാണ്. എന്താണ് ഈ ഭയങ്കര കോക്കനട്ടിനൊക്കെ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഈ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹൈ സ്പിരിറ്റിലായി അല്ലേ. എന്തുകൊണ്ടാണ്? എന്താണ് ദ തോട്ട് ഓഫ് ദ പാംസ് ലേഡൻ വിത്ത് കോക്കനട്ട്സ്, എന്താണ് തെങ്ങുകൾ നിറച്ചും തേങ്ങ ഉണ്ട് അല്ലേ, ആ തെങ്ങുകളിൽ നിറച്ചും തേങ്ങ ഉള്ള അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ ഭയങ്കര സ്പീഡാണ്. കാരണം എന്താണ്, തെങ്ങുകൾക്ക് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തേങ്ങകൾക്ക് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഞാൻ ഭയങ്കര ഹൈ സ്പിരിറ്റിലാണ് അല്ലേ. അത് കാരണം എന്താ, തെങ്ങിൽ നിറച്ചും തേങ്ങയുണ്ട് അല്ലേ. ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്, എന്താണ് അപ്പോഴാണ് വേറൊരു പ്രശ്നം വന്നത്. എന്താ ട്രെസ്പാസേഴ്സ്? ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിക്രമിച്ച് കയറുന്നവർ അല്ലേ. ആരൊക്കെയാണ് അതിക്രമിച്ച് കയറുന്നത്? അവർ അതിക്രമിച്ച് കയറാൻ തുടങ്ങി. ആരൊക്കെയാ? ദേ ഡിഡ് നോട്ട് കെയർ അബൌട്ട് ദ ഫെൻസ്. അവരെന്താണ് ഈ ഫെൻസ് എന്താ വേലിക്കൊന്നും അവർക്ക് എന്താക്കുന്നില്ല, അവർ കെയർ ചെയ്യുന്നില്ല അല്ലേ. ആൻഡ് വി ഹാഡ് പുട്ട് അപ്പ് അറ്റ് ദ ബൗണ്ടറി അല്ലേ, ബൗണ്ടറി ഒക്കെ കടന്നിട്ടാണ് അവർ വന്നത് അല്ലേ. മോർ ഓവർ ദേ ഡിഡ് നോട്ട് സീം ടു ബി അറ്റ് ഓൾ അഫ്രൈഡ് ഓഫ് മൈ വാച്ച് ഡോഗ് ഷാൻ. എന്താണ് പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രദർശിപ്പിക്കാന്നല്ലേ, അതായത് ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫെൻസൊന്നും അവർ കാര്യമാക്കി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. മോറോവർ കൂടാതെ എന്താണ് അവരെന്താണ് അവർ കണ്ടില്ല എന്നടിക്കുകയാണ്. ആരെ? ടു ഓൾ അഫ്രൈഡ് ഓഫ് മൈ വാച്ച് ഡോഗ് ഷാൻ. എന്താണ് ഞാനൊരു നായനെ വളർത്തുന്നുണ്ട് അല്ലേ, ഷാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എല്ലാവരും ഭയങ്കര പേടിയാണ്, എല്ലാവർക്കും അതിനെ പേടിയാണ്. അതിനെ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് അല്ലേ.
they did not seem to care for anyone in the world. അവരെന്താണ്, അവർ ഈ ലോകത്തിൽ ഒന്നിനെയും അവരെന്താക്കുന്നില്ല, ഭയപ്പെടുന്നില്ല അല്ലേ, അവരൊന്നിനെയും എന്താക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല അല്ലേ, അങ്ങനെയാണ് തോന്നുന്നത്. നോട്ട് ഈവൻ ദ ഗവൺമെന്റിനെ പോലും എന്താണ് കെയർ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. സി എന്ന് പറഞ്ഞാൽ തോന്നുക എന്നുള്ളതാണ് കേട്ടോ. ദ ഫസ്റ്റ് അറൈവൽ വേർ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ഫസ്റ്റ് വന്നവരാരാണ്? ബേർഡ്സും ബട്ടർഫ്ലൈസും ആണ് അല്ലേ. ആദ്യം വന്നത് പക്ഷികളും പിന്നെ പൂമ്പാറ്റകളുമാണ് ആദ്യം വന്നത്. എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് സോ മെനി ബട്ടർഫ്ലൈസ്. എന്താണ്, പല വെറൈറ്റികളുള്ള ബേർഡ്സുകൾ വന്നു, പക്ഷികൾ വന്നു, പിന്നെ എന്താണ്, മെനി ബട്ടർഫ്ലൈസ്, ഒരുപാട് പൂമ്പാറ്റകളും വന്നു അല്ലേ. Perched on boughs, the bird chirped on and on. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Perched on the boughs, the birds chirped on and on. എന്താണ് ഇവിടെ? ഈ കൊമ്പിലിരുന്ന് പക്ഷികൾ ഭയങ്കര കലപ്പിലെ ശബ്ദങ്ങൾ അല്ലേ, പക്ഷികളെ ശബ്ദത്തിന് ചേപ്പിടുന്നാണ് പറയട്ടോ, CHIRPED അല്ലേ, ചേപ്പിട് അല്ലേ, അവർ ചിലച്ചില്ലേ ഇങ്ങനെ കൊമ്പുകളിരുന്ന്. പിന്നെ ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് അറൗണ്ട് ഇൻ ദ കോർട്ട്യാർഡ്. പിന്നെ ബട്ടർഫ്ലൈസ് എന്താക്കി, പൂമ്പാറ്റകൾ അവരുടെ മുറ്റത്ത് നിന്ന് ഭയങ്കര ചിറകിട്ടടിച്ചു അല്ലേ. ഫ്ലാഷിങ് ദയർ കളേഴ്സ് ഇൻ ദ സൺലൈറ്റിൽ നിന്ന് അവരുടെ കളർ എന്താണ്, അവരുടെ പൂമ്പാറ്റേൻ്റെ കളറ് ഷൈൻ ചെയ്തു അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫ്ലട്ടേഡ് അറൗണ്ട് ഇൻ ദ കോർട്ട്യാർഡ് പറഞ്ഞ മുറ്റത്തുനിന്ന് അല്ലേ, ഫ്ലാഷിംഗ് ദെയർ കളേഴ്സ് ഇൻ ദ സൺലൈറ്റ്. ദെൻ കെയിം ദ ക്രോസ്. പിന്നെ വന്നത് ആരാണ്? ക്രോസ് ആണ്, കാക്കകളാണ് അല്ലേ. ദെയർ റേക്വസ് കോസ് വാസ് അൺബിയറബിൾ ദാൻ ദ റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ് അല്ലേ. എന്താണ്, അവരുടെ ആ ഭയങ്കരമായിട്ടുള്ള ആ സൗണ്ട് ഉണ്ടാവും, കാക്ക എന്ന് പറയുന്ന സൗണ്ട്, അത് അസഹനീയമാണ്. അൺബിയറബിൾ എന്ന് പറഞ്ഞാൽ അസഹനീയമാണ് അല്ലേ. അതർ ബേർഡ്സിന്റെ റാക്കറ്റിനേറ്റാലും എന്താണ്, അസഹനീയമാണ് ഈ കാക്കേന്റെ ഈ സൗണ്ട്. But the worst was that they missed no chance to swoop down on our hens and chicks. പക്ഷെ എന്താണ് വേഴ്സ്, കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് വേഴ്സ് അല്ലേ, എന്താണ് മോശമായത്, എന്താണ് അവരെ മിസ്സാക്കിയില്ല, എന്തൊരു ചാൻസ്, എന്താ അവരുടെ കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും പൊക്കി കൊണ്ടുപോകുന്നത് അല്ലേ, താഴേക്ക് വന്നിട്ട് കോഴികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ എടുത്തു കൊണ്ടുപോകുന്നത് അവർ ആ ചാൻസ് മിസ്സാക്കിയില്ല. എന്താ പിന്നെ പറയുന്നത്, നെക്സ്റ്റ് ടു അറൈവ് വേർ ദ ഹോക്സ് ബേർഡ്സ് വേർ പെർച്ച്ഡ് ഓൺ അവർ കോക്കനട്ട് പാംസ്. എന്താണ്, അപ്പോൾ ഹോക്സ് ബേർഡ്സ് ആണ് അല്ലേ, അവരെന്താണ് പെർച്ച്ഡ് ഓൺ അവർ കോക്കനട്ട് പാംസ്. അവർ എന്താണ് തെങ്ങിൻ്റെ മുകളിൽ, തെങ്ങോലം വരെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അല്ലേ. ഇരുന്നിട്ട് എന്താണ്, ഈ പരുന്തുകളും എന്താണ് ഈ അടുത്ത് വന്നു അല്ലേ, അവിടെ വന്നിട്ട് ഹവർ വൈൽ ദേ സാറ്റ് ഇൻ എ ഹയർ പ്ലെയിൻസ്. അവർ ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും ദെയർ എയിം വേർ ജസ്റ്റ് ആസ് സ്ലോ ഡൗൺ ഇൻ ദ ഡസ്റ്റ്. അവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്, ഈ ഡസ്റ്റിൻ്റെ അതായത് പൊടിയിലേക്കാണ് നോട്ടം. എന്താ പൊടിയിൽ എന്താ ഉള്ളത്? ദ ഹോക്സ് ആൻഡ് ക്രോസ് ഹാഡ് ദ സെയിം അജണ്ട വൈൽ ദേ വാച്ച്ഡ് ആൻഡ് വെയിറ്റഡ്. ഈ ഹോക്സിനും ക്രോസിനും എന്താണ് സെയിം അജണ്ടയാണുള്ളത് അല്ലേ, സെയിം എന്താണ് എയിം ആണുള്ളത്. എന്താണ്, ദേ വാച്ച്ഡ് ആൻഡ് വെയിറ്റഡ്. അവർ നോക്കി എന്താക്കാണ്, അവർ വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാൻ അല്ലേ. നോർ വെർ ദേ അലോൺ. പിന്നെന്താണ്, അവർ ഒറ്റക്കായില്ല. എന്താണ്, there were mongooses in the bamboo thicket and there were foxes in the shrubs close by ready to pounce on the hens. എന്താണ് മംഗൂസസ്? മംഗൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? മംഗൂസ് എന്ന് പറഞ്ഞാൽ എന്താ? കീരി അല്ലേ. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരിയാണ് അല്ലേ. അപ്പൊ കീരികൾ എന്താക്കി? കീരികളാണ് അല്ലേ. അവരവിടെ ബാമ്പൂ തിക്കറ്റ് അല്ലേ, ഈ മുളന്റെ അവിടെ ആ മുളന്റെ കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് അല്ലേ. ആൻഡ് ദേ വർ ഫോക്സസ് ഇൻ ദ ഷ്രബ്സ്. എന്താ കുറ്റിക്കാട്ടിൽ ഫോക്സുകൾ ഉണ്ട് അല്ലേ. ക്ലോസ് ബൈ റെഡി ടു പൗൺസ് ഓൺ ദ ഹെൻസ്. ഈ ഹെൻസ് കോഴികൾ എന്താണ് അടുത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ മേലേക്കൊറ്റ ചാട്ടം ചാടിയിട്ട് ഐറ്റങ്ങളെ പിടിക്കാൻ വേണ്ടി അവരൊക്കെ വെയിറ്റ് ചെയ്യാണ് അല്ലേ. ദെൻ ദർ വർ റാറ്റ്സ്. പിന്നെന്താണ്? റാറ്റ്സ് ആണ് അല്ലേ. റാറ്റ്സ് ഓഫ് കോഴ്സ് വർ ഫൗണ്ട് എവരിവെയർ. റാറ്റ്സ് എന്താണ്, എവിടെ നോക്കിയാലും ഈ റാറ്റ്സ് ആണ് അല്ലേ, എലികളാണ് അല്ലേ. ഈവൻ ആസ് ഐ വണ്ടേർഡ് വാട്ട് റൈറ്റ് ഓൾ ദീസ് ക്രീച്ചേഴ്സ് ഹാഡ് ടു ബി ഓൺ മൈ ലാൻഡ്. ഞാൻ ചിന്തിച്ചു, എന്താണ്, ഞാൻ ചിന്തിക്കുക പോലും ചെയ്തു. എന്താണ്, ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്താ കാരണം, ഈ ക്രീച്ചേഴ്സൊക്കെ എൻ്റെ ലാൻഡിൽ എന്താണ് അവർക്കൊക്കെ കാര്യം? There arrived a fierce creature without paws or wings, a cobra. എന്താണ്, പിന്നെ ഒരു ഭയങ്കര ഒരു ക്രീച്ചർ ആയിട്ട് വന്നു. ഏതാണ് പിന്നെ വന്നത്? ആരാണ്? ഈ നഖങ്ങളും ചിറകുകളൊന്നും ഇല്ലാത്ത എന്താണ് കോബ്രയാണ് വന്നത് അല്ലേ, പാമ്പ് അല്ലേ. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ. അതിൻ്റെ മുന്നിൽ നിന്നു. ഡിഗ്നിഫൈഡ് അല്ലേ, എന്താണ് മാന്യമായി, എന്താണ് മെജസ്റ്റിക് ആയിട്ട്. അതിൻ്റെ ഹുഡ്, അതായത് അതിൻ്റെ തലപ്പത്തി, അതായത് ശിരോവസ്ത്രം എന്നുള്ളതാണ് അല്ലേ. അതിൻ്റെ
എന്താണ് തലപ്പത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വിടർത്തിയിട്ടാണ് നിൽക്കുന്നത് എൻ്റെ മുന്നിൽ. ഇറ്റ് ഹിസ്ഡ് ആസ് ഇഫ് ആസ്കിങ് മീ വാട്ട് ബിസിനസ് ഐ ഹാഡ് ഓൺ ഇൻ ദിസ് ലാൻഡ്. അപ്പോൾ അത് എന്നോട് ചോദിക്കുന്ന മാതിരി എനിക്ക് തോന്നി, എനിക്ക് എന്താണ് ഇവിടെ ഈ ലാൻഡിൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ആണ് എന്നോട് ചോദിക്കുന്നത് തോന്നി അല്ലേ. ഡിഡിൻറ്റ് ഇറ്റ് നോ ദാറ്റ് ഐ വാസ് ദ ന്യൂ ഓണർ. അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇതിൻ്റെ പുതിയ ഓണറാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചോദിക്കുന്നതായി തോന്നിയത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ബൈ ദ ഓതർ ടു ഡിസ്ക്രൈബ് ദ കോബ്ര. ഏത് വേർഡ്സിലാണ് ഈ ഓതർ ഈ കോബ്രനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഫിയസ് ക്രീച്ചർ വിത്തൗട്ട് പോസ് ഓർ വിങ്സ് എ കോബ്ര അല്ലേ. പിന്നെ മോളത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് മോളത്തെ ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദ ഓതർ ഫീൽ ഹാപ്പി. എന്തുകൊണ്ടാണ് ഈ ഓതർ എഴുത്തുകാരൻ ഹാപ്പി ആയത്? വൈക്കം മുഹമ്മദ് ബഷീർ ഹാപ്പി ആയത്? അയാൾ 2 ഏക്കർ പ്ലോട്ട് വാങ്ങിയിട്ട് അല്ലേ. എന്താണ് വാങ്ങി, പിന്നെന്താണ് ഒരുപാട് ഇവിടെ കണ്ട് അല്ലേ, അത് വായിക്കുക. ഓക്കെ, ക്വസ്റ്റിന് മീനിങ് പറഞ്ഞുതരാം, ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. അടുത്തത് 2. ബട്ട് ദെൻ കെയിം ദ ട്രെസ്പാസേഴ്സ്. ഹൂ വേർ ദ ട്രെസ്പാസേഴ്സ്. പിന്നെ വന്നിരിക്കുന്ന ട്രെസ്പാസേഴ്സ് ആണ്. ആരാണ് ഇവിടെ ട്രെസ്പാസേഴ്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ് ബട്ടർഫ്ലൈയും ബേർഡ്സുകളും അല്ലേ. നെക്സ്റ്റ് 3ാമത്തത്, വൈ ഡിഡ് ദ ഓതർ കോൾ ദ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ട്രെസ്പാസേഴ്സ്. എന്തുകൊണ്ടാണ് ഈ ഓതർ ഇവിടെ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ ഇവിടെ, അപ്പം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോബ്ര വന്നു. അപ്പോൾ കോബ്ര എന്നോട് ചോദിച്ചത് എന്താണ്, എന്ത് ബിസിനസ് ഈ ലാൻഡിൽ നമുക്ക് എന്താ ബിസിനസ് എന്ന് ചോദിക്കുന്ന മാതിരിയാണ് തോന്നിയത് അല്ലേ. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഞാൻ ഈ ലാൻഡിൻ്റെ പുതിയ ഓണറാന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ എന്നാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് അല്ലേ. പിന്നെ യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2 ഏക്കർ ലാൻഡ് അറ്റ് വൺസ് ഐ സെഡ്. അപ്പോൾ എന്താണ് ഞാനൊരു പറഞ്ഞു എൻ്റെ 2 ഏക്കർ ലാൻഡിൽ നിങ്ങൾ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അല്ലേ. ബട്ട് ദെൻ വേർ കുഡ് ഇറ്റ് ഗോ. പക്ഷേ എന്താണ് പെട്ടെന്ന് വീട്ടിങ്ങളൊക്കെ എവിടെ പോകും? ഹാഡ് ഇൻ ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ് അല്ലേ. എന്താണ് ഈ എർത്തിലുള്ള ഓരോ ഭാഗങ്ങളും മനുഷ്യന്മാർ ഓരോ കഷ്ണമായിട്ട് എല്ലാവരും മനുഷ്യന്മാരെ കയ്യിൽ ആക്കിയതാണ് അല്ലേ. അപ്പോൾ ഈ ജീവികളൊക്കെ എങ്ങോട്ട് പോകും അല്ലേ. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് അല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബട്ട് വേർ കുഡ് ഇറ്റ് ഗോ. പക്ഷേ ഇവരെവിടേക്ക് പോകും? വൈ ഡിഡ് ഇൻ ദ കോബ്ര ഗോ ടു സം അതർ പ്ലേസ്. എന്തുകൊണ്ടാണ് കോബ്രക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ദ ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ് അല്ലേ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സ്ഥലത്ത് എന്താണ് ഓരോ ഈ എർത്തിലെ എല്ലാ ഭാഗവും എന്താണ് മനുഷ്യന്മാർ എന്താണ് കഷ്ണാക്കിയിട്ട് സ്ഥലം വാങ്ങി വെച്ചിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് കോബ്രക്കൊന്നും എവിടേക്കും പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, my wife said the jackfruit was ripened. Squirrels and crows are feasting on it. The guavas and mangoes, birds and bats are eating up everything. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞത് മൈ വൈഫ് സെഡ് പറഞ്ഞെന്താണ്? ദ ജാക്ക് ഫ്രൂട്ട് ഹാസ് റൈപ്പൻഡ്. എന്താ ജാക്ക് ഫ്രൂട്ട്? ചക്കകളൊക്കെ നല്ല പഴുത്തിട്ടുണ്ട് അല്ലെ, മൂത്ത് പഴുത്തിട്ടുണ്ട്. റൈപ്പൻ എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത് പഴുക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്ക്യൂരൽസും ക്രോസൊക്കെ എന്താണ്? അണ്ണാറക്കണ്ണനും കാക്കകളും എന്താണ് അതൊക്കെ കഴിക്കുകയാണ് അല്ലേ. ദ ഗുവാവാസ് ആൻഡ് മാംഗോസ് എന്താണ്? പേരക്കയും മാങ്ങകളൊക്കെ. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ് അല്ലേ. ബേർഡ്സും പക്ഷികളും പിന്നെ ബാറ്റ് വവ്വാലുകളും ഒക്കെ എന്താണ് എല്ലാം തിന്നു എന്ന് പറഞ്ഞു അല്ലേ. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് ഐ റിപ്ലൈഡ്. അതിൻ്റെ കാര്യം എന്താ നേച്ചറിൻ്റെ ഇതാണ് അത് എന്ന് പറഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞു ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഫ്രൂട്ട്സ്, എഡിബിൾ റൂട്ട്സ്, ഗ്രാസ്, ഗ്രെയിൻ, ഫ്ലവേഴ്സ്, വാട്ടർ, എയർ, വാംത്ത് ആൻഡ് ലൈറ്റ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഗോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വെറൈറ്റി പല സാധനങ്ങളും. ഈ യൂണിവേഴ്സിൽ പല സാധനങ്ങളും എന്താണ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, റൂട്ട് അല്ലേ, എഡിബിൾ റൂട്ട്സ് തിന്നാൻ പറ്റുന്ന റൂട്ട്സുകൾ, പിന്നെ ഗ്രാസ്, ഗ്രെയിന് എന്താണ് പുല്ല്, ഗ്രെയിന്, ഫ്ലവേഴ്സ് പൂക്കൾ, വാട്ടർ വെള്ളം, എയർ, വാം ആൻഡ് ലൈറ്റ് ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് അല്ലേ. നൗ വൈൽ വി ആർ ദ ഓണർ ഓഫ് ദിസ് ലാൻഡ്. അപ്പോൾ എന്താ നമ്മളിവിടെ ഓണർ ആയിരിക്കുന്ന സമയത്ത് വിത്തൗട്ട് എ ഡൗട്ട് നമ്മൾ എന്താണ് ഒരു ഡൗട്ടും ഇല്ല. ദ ബേർഡ്സ്, ബീസ്റ്റ്, റെപ്റ്റൈൽസ് ആൻഡ് ഇൻസെക്ട് ടു ഹാവ് എ റൈറ്റ് ടു ദീസ് തിങ്സ് ജസ്റ്റ് ആസ് വി ഹാവ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് നമ്മളെ ഈ ഇതിൽ അവകാശമുണ്ട് അല്ലേ. ദൈവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇവർക്കും എന്താണ് ഇതിന് അവകാശമുണ്ട് അല്ലേ, ഒരു ഡൗട്ടും ഇല്ല. ഗോഡ് ഹാസ് മെയ്ഡ് ദം ഫോർ ഓൾ ദ ക്രീച്ചേഴ്സ്.
എന്താണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് എല്ലാ ക്രീച്ചേഴ്സിനെയും ആണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് വി ഹാഡ് ബെറ്റർ റിമെമ്പർ ദാറ്റ് ഒക്കേഷണലി അല്ലേ. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ക്രീച്ചേഴ്സിനും വേണ്ടിയിട്ടാണ് അല്ലേ. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഓർക്കുന്നത് ഇടയ്ക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞല്ലേ. അവിടുത്തെ 6th ക്വസ്റ്റ്യൻ എന്താ, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് എ വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ യൂണിവേഴ്സിനെ ഈ ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് തിങ്സ് ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് എല്ലാവർക്കും എന്താണ് ഗോഡ് ഹാസ് മെയ്ഡ് ദം ഫോർ ഓൾ ദ ക്രീച്ചേഴ്സ് ആൻഡ് വി ഹാഡ് ബെറ്റർ റിമെമ്പർ ഒക്കേഷണലി. ഓക്കെ, God has created variety of things in this universe. Now while we are the owner of this land, without a doubt the birds, beasts, reptiles and insects too have a right to these things just as we have. നമുക്കുള്ള അതേ അവകാശം തന്നെ അവർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആർ യു സെയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് ആസ് വെൽ? മൈ ഫ്രണ്ട് ആസ്ക്, മൈ വൈഫ് ആസ്ക്, എൻ്റെ വൈഫ് ചോദിച്ച്, നിങ്ങൾ പറയുന്നത് പോലെ എന്താണ് റാറ്റ്സിനും എല്ലാ അവകാശം അതുപോലെ തന്നെയാണോന്ന് ചോദിച്ചില്ലേ, എലികൾക്കും അതുപോലെ തന്നെയാണോ എന്ന് ചോദിച്ചില്ലേ. They don't seem to think we humans have any. They go about as though the earth belongs to them, she said. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് അവർ കരുതുന്നില്ല. ആര്? റാറ്റ് അല്ലേ. ഭൂമി തങ്ങളുടേതാണെന്ന മട്ടിലാണ് അവർ നടക്കുന്നത്, ഈ റാറ്റ് നടക്കുന്നതെന്ന് അവരുടെ ഭാര്യ പറഞ്ഞില്ലേ. അതായത് ഇത് മനുഷ്യന്മാരുടെ അല്ല, ഭൂമി റാറ്റിൻ്റെ എന്നുള്ള രീതിയിലാണ് റാറ്റ്സ് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. അതുകൊണ്ട് എന്താണ് നമുക്ക് അവരെ എന്താണ് കൊല്ലണം അല്ലേ. നമ്മൾ പോകണം എന്തിന്? അവരെ കൊല്ലാൻ അല്ലേ. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് സോ ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. എങ്ങനെയാണ് അതിനെ കൊല്ലാൻ കഴിയുന്നത്, റാറ്റ്സിനെ കൊല്ലാൻ കഴിയുന്നത്? നമ്മുടെ ലൈഫ് അൺഡിസ്റ്റർബ്ഡ് ആക്കുന്നതിന്. So we go around killing them. How sad that we kill rats to let our own life undisturbed. What we need is a new scientific way of living, a new way that helps us to live without killing any living creature. എന്താ അവിടെ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ അവരെ കൊല്ലുന്നു അല്ലേ. എന്താണ് അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ നാം എലികളെ കൊല്ലുന്നത് എത്ര സങ്കടകരമാണ്. ഒരു ജീവജാലത്തെയും കൊല്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ ശാസ്ത്രീയ ജീവിത രീതിയാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും എലിയെ കൊല്ലുന്നതോ മറ്റതുമോ എനിക്കൊരു രസമില്ലായിരുന്നു. വൈൽ ദാറ്റ് വാസ് സോ ഹവർ ഐ ഹാഡ് ടു ഡു സംതിങ് സൂൺ അബൌട്ട് അവർ കോക്കനട്ട്. വി നീഡഡ് ദം. എന്താണ് ഇവിടെ ആ സമയത്താണ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൊരു അവസ്ഥ വന്നത്. അതിൻ്റെ ആവശ്യമായിരുന്നു. ദേ ഫോംഡ് എ പാർട്ട് ഓഫ് അവർ ഡെയിലി ഫുഡ്. കോക്കനട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത്, തെങ്ങിലാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അത് ഞങ്ങൾ എന്താണ് ഫുഡിന് ഞങ്ങളെ ഡെയിലി ഫുഡിൻ്റെ ഒരു പാർട്ടായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? ഐ വണ്ടേർഡ്. ഞാൻ വണ്ടർ ചെയ്തു അല്ലേ. എന്താണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് വണ്ടർ ചെയ്തു. While I was still wondering, my wife decided to take things into her own hands one day. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വണ്ടർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ, വണ്ടറിങ്ങിലാണ്. അപ്പം എൻ്റെ വൈഫ് തീരുമാനിച്ചു ടു ടേക്ക് തിങ്സ് ഇൻ ടു ഹെർ ഓൺ ഹാൻഡ്സ് വൺ ഡേ. ഒരു ദിവസം അവളെ എന്തെങ്കിലും ചെയ്യാന്നുള്ള തീരുമാനത്തിൽ അവൾ തീരുമാനിച്ചു. ഷീ വെൻറ്റ് ഷോപ്പിംഗ് ഫോർ 2 hours ആൻഡ് ബോട്ട് മെനി തിങ്സ്. എന്താണ് അവൾ പോയിട്ട് ഷോപ്പിംഗ് ചെയ്തു. 2 മണിക്കൂറോളം ഷോപ്പിംഗ് ചെയ്തു. ബോട്ട് മെനി തിങ്സ്, പല സാധനങ്ങളും വാങ്ങി. വൺ വാസ് എ ലാർജ് ടിൻ ഓഫ് എ റാറ്റ് പോയ്സൺ. ഒരു വലിയ ടിന്നിൽ റാറ്റ് പോയ്സൺ എലിവിഷമായിരുന്നു. ദ പോയ്സൺ വാസ് മിക്സഡ് വിത്ത് ബനാനാസ്, റൈസ്, ടപ്പിയോക്ക ആൻഡ് ലെഫ്റ്റ് എവരിവെയർ ഇൻ ദ കോമ്പൗണ്ട്. റാറ്റ് പോയ്സൺ ആണെന്ന് പറഞ്ഞല്ലേ. ആ റാറ്റ് പോയ്സൺ മിക്സഡ് വിത്ത് ബനാനാസ്. ബനാനാസിൽ വെച്ചു അല്ലേ, പഴത്തിൽ വെച്ചു, നെല്ലിൽ വെച്ചു, റൈസ് അരിയിൽ വെച്ചു, ടപ്പിയോക്കയിൽ വെച്ചു, പൂളയിൽ വെച്ചു അല്ലേ. പൂള കപ്പ എന്നൊക്കെ പറയും അല്ലേ, അതിൽ വെച്ചു. പിന്നെ എവിടെയൊക്കെ കോമ്പൗണ്ടിലെ പല ഭാഗത്തുമായിട്ട് അത് വെച്ചു. എന്നിട്ട് അതിലൊക്കെ ഈ പോയ്സൺ വെച്ച ശേഷം ഈ ബനാനയും റൈസും ടപ്പിയൊക്കെ കോമ്പൗണ്ടിലെ പല ഭാഗങ്ങളിലായി വെച്ചു. ഇൻ 4 days 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസത്തിന്, അതായത് 4 days 5 ഹെന്ന്, 5 കോഴികൾ, 12 സ്ക്വിറൽ, 12 അണ്ണാറക്കണ്ണന്, പിന്നെ 200 റൈസ്, 200 എലികൾ, ആൻഡ് എ ക്യാറ്റ്, ഒരു ക്യാറ്റും
ഡിസപ്പിയർ ആയി അല്ലേ, ഒക്കെ ചത്തുപോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ദ ടെൻഡർ കോക്കനട്ട് വെന്റ് ഓൺ ഫാളിങ്. ഇപ്പൊ എന്താ ഇവിടെ കോക്കനട്ട് ഫാളിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എവ്രി വൺ നൗ അക്യൂസ്ഡ് ദ ഔൾസ്. അപ്പോൾ എന്താണ് എല്ലാവരും എന്താണ് ഔൾസിനെ കുറ്റപ്പെടുത്തി. ഔൾസ് പറഞ്ഞാൽ മൂങ്ങാനെ കുറ്റപ്പെടുത്തി. ദ പെക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്സ് അല്ലേ, അവരെന്താണ് അപ്പോൾ ടെൻഡർ കോക്കനട്ട്സ് ഫാളിങ് അപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്താണ് ഈ ഔൾസിനെ മൂങ്ങകളെ കുറ്റപ്പെടുത്തി അല്ലേ. ദ പെക്ക് അറ്റ് ദ ടെൻഡർ കോക്കനട്ട്സ്, അതെന്താണ് ഈ ഇളം തേങ്ങകളാണ് എന്താണ് കരിക്കാണ് കുത്തുന്നത് അല്ലേ. എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹവർ ദ റിയൽ കൾപ്രിറ്റ്സ് വെർ ഫൗണ്ട് ഔട്ട്. എന്താ ശരിക്കുള്ള കുറ്റവാളിനെ കണ്ടുപിടിച്ചു. ആരാ? ദ ബാറ്റ്സ്. ആരാണ്? ബാറ്റ്സ് ആയിരുന്നു അല്ലേ, എന്താണ് ഈ വവ്വാലുകളായിരുന്നു അല്ലേ. ആഫ്റ്റർ ഡസ്ക് ഹ്യൂജ് ബാറ്റ്സ് കെയിം ഇൻ സ്വാംസ് ആൻഡ് ഫ്ലൂ സ്ട്രേറ്റ് ടു ദ പാംസ് വേർ ദ ടെൻഡർ കോക്കനട്ട്സ് ഹങ്. എന്താണ് ഈ ഡസ്കിന് ശേഷം, എന്താണ് ഡസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് അല്ലേ. ഹ്യൂജ് ബാറ്റ്സ്, എന്താണ് വലിയ ബാറ്റ്സുകൾ, ഈ വവ്വാലുകൾ ഈ പറന്ന് വന്നിട്ട് എന്താ ചെയ്യുന്നത്, അവർ പറന്ന് വന്നിട്ട് ഈ ഇളം തേങ്ങകളുടെ അവിടെ എന്താക്കും, നിൽക്കും. ഇളം തേങ്ങകളുടെ അതിൽ തൂങ്ങി നിൽക്കും. അതായത് ഇളം തേങ്ങ അറിഞ്ഞാൽ എന്താണ് കരിക്ക് അല്ലേ. ഇളം തേങ്ങകളുടെ അവിടെ പറന്ന് വന്നിട്ട് ആ പാംസിൻ്റെ അവിടെ പോയിട്ട് ഇളം തേങ്ങകളെ നോക്കി അതിമ തൂങ്ങി എന്നിട്ട് എന്താക്കും, ഐറ്റിങ്ങളത് ക്ലിങ്ങി ഓഫ് ദ ഔട്ട് കവറിങ് ഓഫ് ദ കോക്കനട്ട്സ് ദ നോഡ് ഇൻ ടു ദം ഫ്രം ദ സോഫ്റ്റ് സൈഡ്സ് ഓഫ് ദ ടോപ്പ്. എന്താണ് അവർ ആ തേങ്ങകളെ ഈ ഇളം തേങ്ങേൻ്റെ മുകൾ ഭാഗം നോക്കി പൊട്ടിച്ചിട്ട് എന്താക്കും, വെൻ ദ ഹെഡ് കട്ട് ത്രൂ ദ kernel within, they sucked out the sweet nourishing water stored inside and flew away satisfied. എന്താണ് അവർ സന്ധ്യാസമയമായാൽ ഈ കോക്കനട്ട് പാമിലേക്ക്, കോക്കനട്ടിൻ്റെ ട്രീയിലേക്ക് വന്നിട്ട് ആ പാമിൽ ഇരുന്നിട്ട് ഈ കോക്കനട്ടുമ്പോൾ തൂങ്ങിയിട്ട് എന്താക്കും, ഈ കോക്കനട്ട്സിനെ ആ ഈ കോക്കനട്ടിൽ എന്താ നേരമായിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സൈഡ്, ടോപ്പിലുള്ള സോഫ്റ്റ് സൈഡിൽ കൊത്തിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡോട് കൂടി അവർ പറന്നു പോകും. ലെറ്റ് us buy a gun said my wife. നമുക്കൊരു തോക്ക് വാങ്ങണം എന്ന് പറയും അല്ലേ, നമുക്കൊരു തോക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ പറഞ്ഞു അല്ലേ. we can shoot the bats, the foxes and the പോൾക്കാറ്റ്സ് വിത്ത് ഇറ്റ്. എന്താണ് നമുക്ക് എന്താക്ക് ഈ ബാറ്റിനെയും പിന്നെ അതുപോലെ കുറുക്കന്മാരെയും ഫോക്സിനെയും പോൾക്കാറ്റ്സിനെയും ഒക്കെ കാട്ടുപൂച്ചനെയും ഒക്കെ എന്താക്കാൻ പറ്റും, നമുക്ക് വെടിവെക്കാന്ന് പറഞ്ഞില്ലേ. നോട്ട് മീ പറഞ്ഞില്ലേ. നോ ഐ സെഡ് ഗൺ ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. എന്താണ് എനിക്ക് കഴിയില്ല അല്ലേ, എന്താണ് ഗണ്ണ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ബട്ട് അലാസ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൈ വൈഫ്സ് കസിൻ ടേൺഡ് അപ്പ് വിത്ത് എ ഗ്രീം ലുക്കിംഗ് ഗൺ. എന്താണ് എൻ്റെ വൈഫിൻ്റെ കസിന് വന്നല്ലേ, എന്താണ് നല്ല അടിപൊളി ഗണ്ണും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹി സെഡ് നിയർലി 3000 കോക്കനട്ട്സ് ആർ ഡിസ്ട്രോയിഡ് എവറി ഡേ. അപ്പോൾ അവൻ പറഞ്ഞില്ലേ 3000 കോക്കനട്ടാണ് ഇവിടെ ഓരോ ദിവസവും നശിക്കുന്നത് അല്ലേ. ദീസ് ബാറ്റ്സ് ആർ ദ പെസ്റ്റ്. ഈ ബാറ്റ്സുകളാണ് എന്ത് കുറ്റക്കാരില്ലേ, അപ്പം അവരാണ് കാരണക്കാർ. ബട്ട് ദർ ഈസ് നോ പോയിന്റ് ഇൻ ഷൂട്ടിംഗ് ബാറ്റ്സ് ഡൗൺ അറ്റ് ദിസ് സ്പോട്ട്. എന്താണ് പക്ഷേ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല ബാറ്റിനെ. ഈ താഴെ നിന്ന് ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ബാറ്റ്സിനെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അല്ലേ. ഓൺ എ ലിറ്റിൽ ഐലറ്റ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻഡ് ഓൾഡ് ടെമ്പിൾ. എന്താണ് ഇവിടെ എന്താണ് ഒരു ഓൾഡ് ടെമ്പിളിൻ്റെ അവിടുത്തെ എന്താണ് ഒരു ചെറിയൊരു ഐലറ്റ് ഉണ്ട് അല്ലേ, അവിടുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാറുണ്ട് അല്ലേ. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. എന്താണ് അടുത്ത എന്താണ് അല്ലെങ്കിൽ പെയർ ഓഫ് ബനിയൻ ട്രീസ് അല്ലേ. യു ക്യാൻ സീ അറ്റ്ലീസ്റ്റ് 3000 ബാറ്റ്സ് ഹാങ്ങിങ് ഓൺ ദ ട്വിഗ്സ് ഓഫ് ദ ബനിയൻ ട്രീസ്. ഐ ആം ഗോയിങ് ടു കിൽ ദം. എന്താണ് നിങ്ങൾ കണ്ടോളൂ, എന്താണ് 3000 ബാറ്റ്സ് എന്താണ് ആ ബനിയൻ ട്രീൻ്റെ അവിടെ എന്താണ് തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരെ എന്താണ് ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ. ഐ പ്രേഡ് ഫെർവൻലി. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിനോട് പ്രാർത്ഥിച്ചില്ല. ഓ ബാറ്റ്സ് സേവ് യുവർ ലൈഫ്സ്. എന്താണ് വവ്വാലുകളെ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് എസ്റ്റോണിഷിങ്, ഇറ്റ് വാസ് എ മിറക്കിൾ, ദ ബാറ്റ്സ് വേർ സേവ്ഡ്. എന്താണ് മിറക്കിളാന്ന് എന്താണെന്ന് അറിയില്ല, ഏതായാലും ബാറ്റ്സുകളൊക്കെ സുരക്ഷിതമാണ്. എന്താ കാരണം മൈ വൈഫ് ആൻഡ് ഹെർ കസിൻ കെയിം ബാക്ക് ഇൻ അബൌട്ട് 2 hours. ടൈം ലുക്കിംഗ് റിയലി സ്കെയർഡ്. എന്താണ് 2 മണിക്കൂറിന് ഏകദേശം 2 മണിക്കൂറിൻ്റെ ആ ടൈമിലാകുമ്പോഴത്തേനും എൻ്റെ വൈഫും കസിനും കൂടി എന്താണ് പേടിച്ചിട്ട് വന്നു അല്ലേ. മൈ വൈഫ് സെഡ്, എൻ്റെ ഭാര്യ പറഞ്ഞു, വി ജസ്റ്റ് മാനേജ് ടു എസ്കേപ്പ് നാരോലി. ഞങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. ദർ ആർ സം ഹൗസസ് അറൗണ്ട് ദ ടെമ്പിൾ. എന്താണ് ആ ടെമ്പിളിന് ചുറ്റും, അമ്പലത്തിന് ചുറ്റും എന്താണ് കുറച്ച് വീടുകളുണ്ട്.
വെൻ വി അറൈവ്ഡ് അറ്റ് ദ പ്ലേസ്, ഞങ്ങൾ അവിടെ പ്ലേസിൽ എത്തിയപ്പോൾ 100 പീപ്പിൾ വിത്ത് വെപ്പൺസ് സറൗണ്ടഡ് അസ് വിത്തിൻ എ മിനിറ്റ്. ഞങ്ങൾ അവിടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ 100 കണക്കിന് ആൾക്കാരെന്താക്കി, ആയുധങ്ങളായിട്ട് ഞങ്ങളെ ചുറ്റും കൂടി അറിഞ്ഞ്. മിനിറ്റിനുള്ളിൽ ആൾക്കാർ ഞങ്ങളെ ചുറ്റും കൂടി എന്നറിഞ്ഞ്. ദേ ലുക്ക്ഡ് മെനാസിങ്. ഇഫ് വി ഷോട്ട് അറ്റ് ദ ബാറ്റ്സ് ദേ സെഡ് ദേ വുഡ് കിൽ അസ്. അല്ലേ, എന്താണ്, ഞങ്ങൾ അതിനെ ഷൂട്ട് ചെയ്യാൻ, ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്താ പറഞ്ഞത്, അവർ ഞങ്ങളെ കൊല്ലുന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അല്ലേ, ഡു യു നോ വൈ? എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ദേ ബിലീവ് ദാറ്റ് ബാറ്റ്സ് ആർ ദ സോൾസ് ഓഫ് ദെയർ ആൻസസ്റ്റേഴ്സ്. എന്താണ് അവർ വിശ്വസിക്കുന്നതാണ്, ഈ ബാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ പൂർവികരുടെ ആത്മാക്കളാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഐ ടുക്ക് എ ഡിസിഷൻ ദെൻ. അതിന് ശേഷം ഞാനൊരു തീരുമാനം എടുത്തു. ഐ സെഡ് ഫേംലി, ഞാൻ പറഞ്ഞു, ബാറ്റ്സ് ആർ നോ ആൻസസ്റ്റേഴ്സ്. ബാറ്റ്സുകളൊന്നും എന്താണ്, പൂർവികരല്ല. അല്ലേ, ഓഫ് അവേഴ്സ്, നമ്മളെ പൂർവികരൊന്നല്ല ബാറ്റ്സ്. ബട്ട് ദേ ആർ എമംഗ് ഗോഡ്സ് കൗണ്ട്ലെസ് ക്രിയേഷൻസ്. അല്ലേ, എന്താണ്, പക്ഷെ അവരെന്താണ്, ദൈവത്തിന്റെ ഈ ഒരുപാട് ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അല്ലെ, കൗണ്ട്ലെസ് ആണല്ലേ, തിട്ടപ്പെടുത്താൻ പറ്റാത്ത ക്രിയേഷൻസിൽ ഒന്നാണ് എന്ത്, ഈ ബാറ്റ്സുകൾ. ലെറ്റ് ദ കോക്കനട്ട്സ് ബി ഡിസ്ട്രോയിഡ് ദ ഡസൻ മാറ്റർ. എന്താണ്, കോക്കനട്ടുകളൊക്കെ നശിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അല്ലെ, ലെറ്റ് us be satisfied with what is left after they have taken their share. എന്താണ്, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുക, എന്താണ്, അവരെടുത്തതിൻ്റെ ബാക്കി എന്തെങ്കിലും, അവരെടുത്തതിൻ്റെ ഷെയറിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് അതിനോട് നമുക്ക് എന്താക്കുക, തൃപ്തിപ്പെടാന്ന് പറഞ്ഞു. അല്ലേ, ദേ certainly have a right to the coconuts. അവർക്കും എന്താണ്, ഈ കോക്കനട്ടിൽ, ഈ തേങ്ങയിൽ അവർക്കും അവകാശമുണ്ട്. അല്ലേ, ഓൾ ലിവിങ് ബീങ്സ് ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്, ഈ എല്ലാത്തിനും അവകാശമുണ്ട്. അല്ലേ, റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ്, അവരൊക്കെ എന്താണ്, എർത്തിലെ അവകാശികളാണ്. ഓക്കെ, അതാണ് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിരിക്കുന്നത്. ഈ 1908 to 94 വരെയാണ് അവർ ജീവിച്ചിരുന്നത്. വാസ് എ മലയാളം ഫിക്ഷൻ വിറ്റർ. അവർ മലയാളത്തിലെ ഒരു എഴുത്തുകാരനായിരുന്നു. ഹി വാസ് എ humanist, freedom fighter, novelist and a short story writer. He was noted for his down-to-earth style of writing that made him equally popular among literary critics as well as the common man. ഇതൊരു കോമൺ മാൻ ആയിട്ടുള്ള ജീവിച്ച ഒരാളാണ്. നല്ല ഷോർട്ട് റൈറ്ററും ഒക്കെ ആയിരുന്നു. അയാൾക്ക് ഒരുപാട് കൃതികളൊക്കെ ഉണ്ട്. ദിസ് എക്സ്ട്രാക്ട് ഇസ് ടേക്കൺ ഫ്രം ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്റ്റോറി ഓഫ് ഭൂമിയുടെ അവകാശികൾ. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഇതിന്നാണ് ഈ കഥ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. 1982 പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹി ഈസ് ഫോൺലി നോൺ ആസ് എ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് നോക്കിയ ഇവിടെ why did the people, 11th question നോക്കിയാൽ, why did the people not allow them to kill the bats? എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ അവരുടെ ബാറ്റ്സിനെ കൊല്ലാൻ അനുവദിക്കാത്തത്? അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ വിശ്വാസം, they believe that bats are the souls of their ancestors. അല്ലേ, ഇനി ഇവിടെ പറഞ്ഞത് എന്താ, where were the bats found in large numbers? എവിടെയാണ് കൂടുതൽ ബാറ്റ്സിനെ കാണുന്നത് എന്നാണ്. എവിടെയാണ് കാണുന്നത് കുട്ടികളെ? എവിടെയാണ്, ആ ടെമ്പിളിൻ്റെ അടുത്ത്. അല്ലേ, അപ്പോൾ നമുക്കിത് വായിച്ചാൽ കിട്ടും കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, ദ ഗൺ ഈസ് എ സിമ്പിൾ ഓഫ് ക്രുവാലിറ്റി. വാട്ട് ഡസ് ദ ഓദർ സേ അബൌട്ട് ഗൺസ്? ഈ ഗൺ എന്ന് പറയുന്നത് എന്താണ്, ക്രൂവലിറ്റീൻ്റെ, അതായത് ദുഷ്ടതയുടെ ഒരു സിമ്പലാണ്. അല്ലേ, എന്തുകൊണ്ടാണ് ഓദർ അങ്ങനെ പറഞ്ഞത് എന്നാണ് 9th question. ഓക്കെ, ഇനി അടുത്ത 8th question എന്താണ്, ഹൂ ആർ ഡിസ്ട്രോയിങ് ദ കോക്കനട്ട്സ്? ആരാണ് കോക്കനട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നത്? ആരാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? ബാറ്റ്സ്. അല്ലേ, വൈ ഡിഡ് ദ ഓദർ തിങ്ക് എ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്? എന്തുകൊണ്ടാണ് ഓദർ സയൻറ്റിഫിക് വേ ഓഫ് ലിവിങ്ങിനെ കുറിച്ച് ചിന്തിച്ചത്? എന്തുകൊണ്ടാണ്? ഒന്നിനും കൊല്ലാൻ കഴിയാത്തത്. അല്ലേ, ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാണ് അല്ലേ, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് എ വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. അല്ലേ, അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലാസ് നന്നായി കേൾക്കുക കേട്ടോ. ഓരോ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നന്നായി പഠിക്കുക. ഓക്കെ, ബൈ.